ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ വിക്രമിനെ കൂട്ടി വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രമിൻ്റെ ദേഹമാസകലം ബ്ലഡ് ആയിരിക്കും, സ്റ്റിച്ചൊക്കെ പൊട്ടിയിട്ടുണ്ടായിരിക്കും, കൈയും മുറിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. ആ സമയത്ത് എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ വിക്രം ഒന്നും തന്നെ മറുപടി പറയുന്നില്ലേ. വേദ ദേഷ്യത്തോടെ അതെല്ലാം ഡ്രസ്സ് ചെയ്ത് മുറിവുകളെല്ലാം ഡ്രസ്സ് ചെയ്തിട്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കി. പിന്നെ റൂമിൽ നിന്നും അതുപോലെ തന്നെ ഗേറ്റിൻ്റെ അവിടെ വരെ ബ്ലഡ് ഒഴുകിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അതെല്ലാം മോപ്പൊക്കെ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേദ കിടക്കാൻ പോകുകയാണ്. ഒരു പിണക്കത്തിൽ തന്നെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വിക്രം കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എടോ പിണങ്ങല്ല, എനിക്ക് അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാനേ കഴിയുള്ളായിരുന്നു. എൻ്റെ അച്ഛനെയും ഏട്ടത്തിമാരെയൊക്കെ അവൻ വെറുതെ വിടണമെങ്കിൽ ഇങ്ങനൊരു ഡോസ് കൊടുത്തേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അത് പിന്നെ വേറൊന്നുമല്ല, ഇപ്പോൾ ഉള്ള പ്രശ്നത്തിൽ നിന്ന് തന്നെ ഊരാക്കുടുക്കാണ്, അതിൽ നിന്ന് തന്നെ ഊരി വരാൻ വല്ലാത്ത പാടാണ്. അതിൻ്റെ കൂടുതൽ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ വിക്രം ഒന്ന് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്, ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. എനിക്കിതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു എൻ്റെ മനസ്സിൽ, അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, താനത് വിട്, ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് ഇരുവരും കിടക്കുകയാണ്. ഇപ്പോൾ വിക്രമാണെങ്കിൽ കട്ടിലിൽ കിടക്കുകയാണ്. ഇപ്പോൾ വിക്രമിന് പുതപ്പൊക്കെ പുതച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ വേദ. എന്നിട്ട് പതിവ് പോലെ തന്നെ നിലത്ത് ഒരു പായയൊക്കെ വിരിച്ചിട്ട് വേദ കിടക്കുകയാണ്. അങ്ങനെ വേദ വിക്രമിനെ നോക്കുമ്പോൾ വിക്രം ഒന്ന് പുഞ്ചിരിക്കുകയാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ കണ്ണടച്ച് കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്നിട്ട് ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വേദ കിടക്കുന്നത്. അപ്പോൾ ഇരുവരും പരസ്പരം പ്രണയിച്ച് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ SIക്ക് ആണെങ്കിൽ പരിക്കുകൾ പറ്റിയെന്ന് അറിഞ്ഞ്, അതായത് SI പഞ്ചറായി എന്നറിഞ്ഞ് നമ്മുടെ ശ്രീകാന്തൊക്കെ ഹോസ്പിറ്റലിൽ കാണാൻ ചെല്ലുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ഇതാരാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വിക്രമാണെന്ന് പറയാണ്. ആ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രീകാന്ത് പേടിച്ചു പോവുകയാണേ. കാരണം ഇനി തൻ്റെ ഊഴമാണോ എന്നൊരു ഡൗട്ട് നമ്മുടെ ശ്രീകാന്തിനുണ്ട്. അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇപ്പം എന്തിനായിരിക്കും ഇവൻ ഇങ്ങനെ ചെയ്തത്, അവൻ്റെ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കാൻ ചെന്നതിനായിരിക്കും അല്ലേ, അവൻ്റെ അച്ഛനെയൊക്കെ ഉപദ്രവിച്ചത് കൊണ്ടായിരിക്കും അവൻ ഇങ്ങനെ പണി തന്നത്. എന്തായാലും അവൻ നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തുണ്ട്, കാര്യങ്ങളൊക്കെ അപ്പോൾ അവൻ അറിയുന്നുണ്ട്, എന്നാലും അവൻ നമ്മുടെ അടുത്തെത്തിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ SIക്ക് ആണെങ്കിൽ നാക്ക് പോലും അനക്കാൻ പറ്റാതെ കിടക്കുകയാണല്ലോ. അങ്ങനെ പിന്നെ ശ്രീകാന്ത് തിരികെ വീട്ടിലേക്ക് ചെല്ലുകയാണേ. അപ്പോൾ ശ്രീകാന്തും വർഷയുടെ അച്ഛനും കൂടെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അവൻ നമ്മൾ വിചാരിച്ച ആളല്ല, അവൻ ഇത്തിരി മുറ്റേനമാണ്, അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കരുതിയിരിക്കണം, കളികൾ ഇനി സൂക്ഷിച്ചു വേണം കരിക്കൾ നിൽക്കാൻ എന്നൊക്കെ നമ്മുടെ ശ്രീകാന്തും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വളരെ സന്തോഷവതിയായിട്ട് തന്നെ നമ്മുടെ വേദ ഇരിക്കുകയാണ്. കാരണം തൻ്റെ വിക്രമിനെ വളരെ സേഫായിട്ട് വെച്ചിരിക്കുകയാണ് എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് തന്നെ വേദയും ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വിക്രമും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തും വേദയുടെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മുടെ ശ്രീകാന്ത് വേദ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. അതായത് SIനെ തല്ലി ചതച്ച കാര്യം അതൊക്കെ വിക്രമാണിതെല്ലാം പിന്നിൽ നിൽക്കുന്നതെന്നും അവൻ ഗുണ്ടയാണ് എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ ഓരോന്നോരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താണ്. ഈ സമയത്ത് വേദ പറയുന്നുണ്ടേ, അതെ വിക്രം തെറ്റ് ചെയ്തവർക്ക് എതിരാളിയായിട്ട് എന്തായാലും അവനുണ്ടാകും. അപ്പം അവൻ എവിടെയാണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലേ? അറിയാം. ഇനി മുതൽ കാര്യങ്ങൾ നീക്കുന്നത് ഞാനും വിക്രമും ഒരുമിച്ചായിരിക്കും, പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുന്നത്. ഈ കൊലപാതകത്തിന് പിന്നിൽ കളിച്ചവരെ എല്ലാവരെയും തൂക്കുമരത്തിൽ കയറ്റിട്ടേ ഇനി ഞങ്ങൾ അടങ്ങുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വേദയുടെ വാക്കുകൾ നമ്മുടെ ശ്രീകാന്തിനാണെങ്കിൽ ആകെ ഭയപ്പെടുത്തുന്നതായിരിക്കുമേ. ശ്രീകാന്ത് ഓർക്കാണ്, ഇനി അടുത്ത ഊഴം എൻ്റെ ആയിരിക്കും, വേദയും കൂടെ വിക്രമിൻ്റെ ഒപ്പം ചേർന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും, ഇനി എന്ത് ചെയ്യും ഈശ്വര എന്നാലോചിച്ച് ശ്രീകാന്ത് ആണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ വേദയ്ക്കും നല്ല ഭയമുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും ഇത്രയും പേരുള്ള വീടല്ലേ, ആ റൂമിൽ ആരെങ്കിലും വിക്രത്തിനെ കാണാനോ എന്തെങ്കിലും സൗണ്ട് കേൾക്കാനോ ഒക്കെ ഇടയായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് വേദയ്ക്കും നല്ല ഭയമുണ്ട്. പക്ഷെ അതൊന്നും വേദ പുറത്ത് കാട്ടുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കമലാമ്മയൊക്കെ വിളിച്ചിട്ട് വിക്രമിൻ്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രമിന് ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. ഈ കേസിൻ്റെ ഭാഗത്ത് വിക്രം തെളിവുകളോടുകൂടി തന്നെ വിക്രം ഇതിൽ തെറ്റുകാരനല്ല എന്ന് വിധിക്കുന്നത് വരെ എന്തായാലും വിക്രം ഒളിച്ച് താമസിച്ചേ മതിയാകൂ. പക്ഷെ വിക്രമിന് യാതൊരു കുഴപ്പമില്ല എന്ന് അച്ഛനോടും പറയണം, മനസ്സ് വിഷമിക്കണ്ടെന്ന് പറയണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും വേദ പറയുന്നില്ല വേദയുടെ കൂടെ തന്നെ ഉണ്ടെന്ന്. ആ ഒരു കാര്യം വേദ മറച്ചു വെക്കുകയാണേ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അന്നേ ദിവസം രാത്രി ആകുമ്പോഴേക്കും ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് വിക്രമിന് കൈ കത്തി കൊണ്ട് മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വിക്രമിന് ചോറ് വാരി കഴിക്കാൻ പറ്റണില്ലേ. ആ സമയത്ത് വേദ പറഞ്ഞിട്ട് സാരമില്ല ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് വേദ ചോറൊക്കെ വാരി കൊടുക്കാനിട്ടോ കറിയൊക്കെ കൂട്ടി വാരി കൊടുക്കുകയാണേ. നമ്മുടെ വിക്രമിൻ്റെ മനസ്സും
ശരീരമൊക്കെ നിറയുന്ന ആ ഒരു ഇതൊക്കെ ആയിട്ടോ കാണിക്കുന്നത്. വിക്രമിന് ഒരുപാട് സന്തോഷമാകണം. കാരണം തന്നെ ഈ ലോകത്തിൽ തൻ്റെ അമ്മ സ്നേഹിച്ചിടത്തോളം മറ്റാരും സ്നേഹിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ചിരുന്ന വിക്രമിന് ഇപ്പോൾ തൻ്റെ പാതി കൂടി അങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. വേദ തനിക്ക് വേണ്ടി എന്തും ചെയ്യും, എന്തിനും ഏതിനും തനിക്കൊപ്പം വേദ മാത്രമാണുള്ളത് എന്ന് മനസ്സിലാക്കുന്ന വിക്രം വേദയെ ഒരു പ്രണയത്തിൻ്റെ നോട്ടം നോക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്തൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നമ്മുടെ പ്രോമോ സോങ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് തന്നെയായിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും ആ ഒരു എപ്പിസോഡൊക്കെ കാണാൻ. അങ്ങനെ പിന്നീട് ഇവരുടേതായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതാകുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയാണെങ്കിൽ ദീപ്തിയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ദീപ്തിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദീപ്തി വരുണിൻ്റെ ആ ഒരു കൊലപാതകത്തിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ല കേട്ടോ. ആ ഒരു ഷോക്ക് ഇപ്പോഴും ദീപ്തിയുടെ മനസ്സിൽ കിടന്നിങ്ങനെ തിളയ്ക്കുന്നത് കൊണ്ട് തന്നെ ദീപ്തിക്ക് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ആ സമയത്ത് നമ്മുടെ വേദ കുറച്ച് തെളിവുകളൊക്കെ നിരത്തുന്നുണ്ട് കേട്ടോ. അതായത് വിക്രം അന്നേ ദിവസം ആ ഒരു സമയത്ത് വരുൺ കൊല്ലപ്പെടുന്ന സമയത്ത് വരുണിൻ്റെ ഒപ്പം അല്ലായിരുന്നു എന്നും ആ ഒരു സമയത്ത് ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള CCTV ദൃശ്യവും ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണേ. അങ്ങനെ കുറച്ച് നമ്മുടെ ദീപ്തിക്ക് ചെറിയൊരു രീതിയിലൊക്കെ വിക്രമിനോടുള്ള ദേഷ്യമൊക്കെ മാറി വിക്രമല്ല എന്നുള്ളൊരു തോന്നൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായിട്ടൊന്നും ഇല്ല കേട്ടോ. ആ സമയത്ത് ദീപ്തി പറയുന്നുണ്ട് ശരിയായിരിക്കാം, ചിലപ്പോൾ വിക്രം ചേട്ടൻ അല്ലായിരിക്കാം ചെയ്തത്, പക്ഷേ നഷ്ടപ്പെട്ടത് എനിക്കല്ലേ. എല്ലാവരും കൂടി ചേർന്ന് കളിക്കുമ്പോൾ അതിൽ നഷ്ടം വന്നത് എനിക്കല്ലേ. ഞങ്ങൾ ഒരുമിച്ച് എത്ര സ്വപ്നങ്ങൾ കണ്ടതാ, ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി എല്ലാം പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ നമ്മുടെ വേദ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഈശ്വരനിശ്ചയം ഇതൊക്കെ തന്നെ ആയിരിക്കും മോളതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട. ഇനിയും മോളുടെ ജീവിതം മുൻപോട്ട് കിടക്കുകയല്ലേ, അതൊക്കെ മറക്ക്. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും മോൾക്ക് കഴിയണം. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട് ഇല്ല, എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും എനിക്ക് കഴിയില്ല ചേച്ചി. എന്തായാലും എൻ്റെ വരുണിനെ കൊന്നവൻ ആ ഒരു കൊലയാളീനെ ആ ഒരു കൊലയാളിക്ക് അതിന് തക്കതായ ശിക്ഷ ലഭിക്കാതെ എൻ്റെ മനസ്സിന് ശാന്തി ലഭിക്കില്ല, വരുണിനും അവൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഏത് പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ മോൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. വരുണിനെ ആരാണോ കൊന്നത് ആ ഒരു കൊലയാളിക്ക് തക്ക ശിക്ഷ മേടിച്ചു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ മോൾക്ക് ഈ ചേച്ചിയെ വിശ്വസിക്കാം. പക്ഷേ ആ ഒരു കേസിൽ ഒരിക്കലും വിക്രം ഉൾപ്പെട്ടിട്ടില്ല. അതാ ഞാൻ പറയുന്നത്. ഇനി വിക്രമായിരുന്നു അത് ചെയ്തതെങ്കിൽ ഒരിക്കലും ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ അച്ഛൻ നമ്മളെ പഠിപ്പിച്ചെന്താ? അത് നിനക്കറിയാമല്ലോ. ഒരിക്കലും തെറ്റിൻ്റെയും അന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കരുതെന്നല്ലേ. അത് തന്നെ മോളെ ഈ ചേച്ചി ഇത്രയും നാൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് വേദയാണെങ്കിൽ പറയുന്നുണ്ട് വിക്രമിനെ നീ വിശ്വസിക്കണം. വിക്രമിൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. അത് തെളിവുകളോടുകൂടി തന്നെ ഈ ചേച്ചി തെളിയിക്കും. അതുകൊണ്ട് വിക്രമിനെ നീ സംശയിക്കരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് വിക്രം തൻ്റെ വീട്ടിലുണ്ടെന്നും തൻ്റെ റൂമിലുണ്ടെന്നും ഉള്ള കാര്യങ്ങൾ പറയാണേ. ആ സമയത്ത് ദീപ്തിക്കൊരു ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ദീപ്തിയോട് പറയുന്നുണ്ട് നീ ഒരിക്കലും ഇത് നമ്മുടെ ചേട്ടൻ അറിയാൻ കാരണമാകരുത്. കാരണം ചേട്ടൻ അറിഞ്ഞാൽ ആ നിമിഷം തന്നെ വാസുവിനോട് പറഞ്ഞ വാസുവൻ ഇവിടെ വന്ന് വിക്രമിനെ കൊണ്ടുപോകും. അത് വിക്രമിൻ്റെ ജീവന് തന്നെ ആപത്താണ്. പിന്നെ ഈ ഒരു വരുണിനെ കൊന്ന കൊലപാതകം പിന്നെ അങ്ങനെ മൺമറഞ്ഞു പോകും. അതുകൊണ്ട് സത്യങ്ങൾ തെളിയണം. അതുവരെ വിക്രമിനെ സുരക്ഷിതമായിട്ട് എനിക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് സത്യം തെളിയിക്കുന്നത് വരെ മോൾ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ദീപ്തിയെ തൻ്റെ വശത്തേക്ക് ചായക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് ആണെങ്കിൽ വാസവനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ വാസുവിന് ഒന്ന് ചൂട് പിടിപ്പിക്കാൻ ചെല്ലുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് വാസുവിനോട് പറയുന്നുണ്ട് അവൻ നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്താണ് ഇരിക്കുന്നത്. ആ SIനെ പോലും അവൻ വെറുതെ വിട്ടില്ല. അവൻ്റെ വീട്ടുകാരെ ചോദ്യം ചെയ്തതിനാണ് ആ SIന് അവൻ്റെ പഞ്ഞിക്കിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുക. എല്ലുകളെല്ലാം ഞുറുങ്ങി കഴുത്തെല്ലാം ഒടിഞ്ഞ് അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പത്തിലാക്കണം. ഇപ്പോൾ ഇങ്ങനെ സാമട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അവൻ രക്ഷപ്പെടുകയാണ്. അവൻ എന്തെങ്കിലും കള്ള തെളിവുകളൊക്കെ സൃഷ്ടിച്ച് അവൻ എങ്ങനെയെങ്കിലും ഈ കുരുക്കിൽ നിന്ന് ഊരി വരും. അതുകൊണ്ട് സാറാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ പിടികൂടണം എന്നൊക്കെ നമ്മുടെ വാസവന് ഓതിക്കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വാസവൻ പറയുന്നുണ്ട് എൻ്റെ മകൻ മരിച്ച അന്നു മുതൽ ഊണും ഉറക്കവുമില്ലാതെ ഞാൻ ആ പട്ടിക്ക് വേണ്ടി തിരഞ്ഞു നടക്കുകയാണ്. പക്ഷെ അവൻ എൻ്റെ കയ്യിൽ കിട്ടുന്നില്ല. അവനാണെങ്കിൽ അവൻ്റെ വീട്ടുകാരെ തൊട്ട പോലീസുകാരനല്ലേ ഞുറുക്കിയത്. എന്നാൽ ഞാനും ഇനി അങ്ങോട്ട് ചെല്ലുകയാണ്. അവൻ്റെ വീട്ടുകാരെ ചെന്ന് പച്ചയ്ക്ക് കത്തിക്കാൻ പോകണം. അപ്പോൾ അവൻ ഇറങ്ങി വരുമല്ലോ എന്നൊക്കെ പറയാനോട്ടോ. ഈ സമയത്ത് ശ്രീകാന്ത് അങ്ങനെ ചൂട് പിടിക്കട്ടെ എന്നിങ്ങനെ മനസ്സിൽ പറയുകയും ചെയ്യാണേ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപ്തിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകാണ് കേട്ടോ. തൻ്റെ ഏട്ടനും കൂടി ഈ ഒരു കൊലപാതകത്തിൽ പങ്കാളിയാണെന്ന് മനസ്സിലാക്കുന്ന ദീപ്തിയുടെ സമനില തന്നെ തെറ്റിപ്പോകാൻ കേട്ടോ. ഈ ഒരു അവസരത്തിൽ വിക്രമിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കാൻ കേട്ടോ നമ്മുടെ വേദയുടെ കൂട്ടത്തിൽ ദീപ്തി.
അങ്ങനെ ദർശനും വേദയും കൂടെ ചേർന്ന് തെളിവുകളെല്ലാം ശേഖരിക്കുകയാണ്. വാസുവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വാസുവൻ അതിനൊന്നും കൂട്ടാക്കുന്നില്ല. വിക്രമിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നൊരു ഒറ്റ ലക്ഷ്യത്തിൽ തന്നെ വാസുവൻ മുൻപോട്ട് പോകാനുട്ടോ. ഈ സമയത്ത് ദർശൻ തന്നെ നേരിട്ട് ചെന്ന് കാണാനും തെളിവുകൾ നിരത്തി വിക്രമിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വാസുവൻ പറയുന്നുണ്ട്, ഇല്ല, എന്തൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും ശരി, വിക്രം എന്ന് പറയുന്നവൻ എൻ്റെ കുഞ്ഞിനെ കൊന്നവനാണ്. അതെനിക്ക് 100%, 100-ൽ 101% ഉറപ്പാണ്. ഇനി നിങ്ങൾ എത്രയൊക്കെ കള്ളത്തെളിവുകൾ കൊണ്ടുവന്നാലും ശരി, ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. എൻ്റെ കഠാരയുടെ ആ ഒരു ചൂടിൽ അവൻ്റെ ജീവൻ തീരും, പെട്ടയും, അല്ലെങ്കിൽ എൻ്റെ തോക്കിൻ്റെ മുൻപിൽ അവൻ വീണു പോകും എന്നൊക്കെ പറയാനും കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വാസുവൻ നമ്മുടെ വിക്രമിനെ കൊല്ലാൻ വേണ്ടി തന്നെ അന്വേഷിച്ചിറങ്ങുകയാണ്. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ വീട്ടിൽ വിക്രം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ പോലീസുകാരോട് സെർച്ച് ചെയ്യാൻ പറയുകയും അങ്ങനെ പോലീസുകാർ വീട്ടിലെല്ലാം വന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ എങ്ങും വിക്രമിനെ കണ്ടെത്താൻ സാധിക്കുന്നുമില്ല കേട്ടോ. അങ്ങനെ വിക്രം അവിടെ നിന്ന് മാറിയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നീട് തിരികെ അവിടെ തന്നെ എത്തുന്നുണ്ട് കേട്ടോ. ഈ ഒരു അവസരത്തിൽ നമ്മുടെ പോലീസുകാർ കടയ്ക്കുമ്പോൾ വേദയുടെ വിരൽ അതിൽ കുടുങ്ങിപ്പോവുകയും അങ്ങനെ വേദയുടെ വിരൽ മുറിയുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ വിക്രം അതിങ്ങനെ നോക്കി സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേദയുടെ ആ ഒരു വേദനയിൽ വിക്രമും പങ്കാളിയാവുകയാണ്. വിക്രം ആശ്വസിപ്പിക്കുന്നുണ്ട്. വിക്രമിന് ഒരുപാട് സങ്കടം വരണം കേട്ടോ. കാരണം തനിക്ക് വേണ്ടി ഇങ്ങനെ മുന്നിട്ടിറങ്ങിയ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ ഒരു ആപത്ത് വരുമ്പോൾ വിക്രമിന് അത് സഹിക്കാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വേദയെ ശ്രീകാന്ത് വാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും വേദ വിക്രമിനെ കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ പോയി കാണാനോ ഒക്കെ തന്നെ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ വേദേനെ ഫോളോ ചെയ്താൽ വിക്രം എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വർഷയുടെ അച്ഛൻ്റെ ഉപദേശം കൊണ്ട് നമ്മുടെ ശ്രീകാന്തും വേദേനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാനുണ്ട്. അങ്ങനെ വേദ കോടതിയിൽ പോയാലും വേറെ എവിടേക്കൊക്കെ പോയാലും ഫോളോ ചെയ്ത് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദർശനെ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ തന്നെ നമ്മുടെ ശ്രീകാന്തും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നുള്ള കളിയാണെന്ന് മനസ്സിലാക്കുന്ന ശ്രീകാന്ത് നമ്മുടെ വേദനെ തന്നെ ഫോളോ ചെയ്യാണ്. അങ്ങനെ ഫോളോ ചെയ്യുന്നത് വേദയ്ക്ക് മനസ്സിലാകാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനെ ചുറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെ വിക്രമുള്ള സ്ഥലത്തേക്ക് പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലും പോയി ശ്രീകാന്തിനെ വട്ടം ചുറ്റിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകാന്തിനെ വേദയുടെ മുൻപിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട്, എന്താ വിക്രമിനെ കിട്ടിയോ? ഇയാൾ ഫോളോ ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കറക്കിപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകാന്തിൻ്റെ ദേഷ്യം നാൾക്ക് നാൾ കൂടുതലായിക്കൊണ്ടേയിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ആ ഒരു ദേഷ്യം വൈരാഗ്യം ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അലറി വിളിക്കുകയാണ്. അതിന് ശ്രീകാന്ത് റൂമിൽ വെച്ചിട്ട് വർഷയുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു കൂട്ടത്തിൽ താൻ ചെയ്തു കൂട്ടിയ എല്ലാ കള്ളത്തരങ്ങളും കൊള്ളയിരുതായ്മയും ഒക്കെ വിളിച്ച് കൂവുന്നുണ്ട്. പറയുന്നുണ്ട്, വിക്രമിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്തത്. ഒരു വടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ 2 പെങ്ങന്മാരുടെയും കാമുകന്മാരെ കൊല്ലാനെന്നായിരുന്നു തീരുമാനം. പക്ഷേ ഇതിപ്പോൾ അവതാളത്തിലാകുന്ന ലക്ഷണമാണ്. ഒരുത്തൻ പോയി, എന്നാൽ ഒരുത്തൻ്റെ പിന്നാലെ ഒരുത്തനും കൂടെ പോകും എന്ന് കരുതിട്ട് അവൻ ഒളിഞ്ഞിരിക്കുകയാണ്. സത്യങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷം അവൻ പുറത്തേക്ക് വരുവുള്ളെന്ന്. എൻ്റെ പെങ്ങളല്ലേ അവനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇനിയിപ്പോൾ എന്താകുമോ ഏതാകുമോ ഒരു പിടിയില്ല. ഇതെങ്ങാണം അച്ഛനെങ്ങാണോ അറിയണം, പിന്നെ ഇവിടുന്ന് തല്ലി ഇറക്കി എന്ന് കൂട്ടാക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ സത്യങ്ങൾ എല്ലാം വിളിച്ചു കൂവുന്നത് കേട്ടുകൊണ്ട് ശങ്കരനാരായണൻ റൂമിൻ്റെ വാതിൽ തന്നെ നിൽപ്പുണ്ടായിരിക്കുവേ. അങ്ങനെ ശ്രീകാന്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന ശങ്കരൻ നാരായണനെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ശങ്കരൻ നാരായണൻ ഒരു തീരുമാനം എടുക്കുകയാണ്. കാരണം തൻ്റെ മകൻ ഇത്രയ്ക്കും അധപതിച്ചു പോയി എന്നുള്ള സത്യം മനസ്സിലാക്കിയിരുന്നില്ലല്ലോ. അങ്ങനെ ശങ്കരൻ നാരായണൻ പിന്നെ വേദയെ കണ്ട് സംസാരിക്കാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയോട് പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. വരുണിൻ്റെ കൊലപാതകത്തെക്കുറിച്ചും അതിൽ വിക്രമിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളും ഒക്കെ സംസാരിക്കുമ്പോൾ വേദയുടെ വാക്കുകളിൽ നിന്ന് തന്നെ തൻ്റെ ഏട്ടൻ ഇതിനു മുന്നേ തന്നെ തനിക്ക് വേണ്ടിയിട്ടുള്ള ചതിക്കുഴികൾ ഒരുക്കിയിരുന്നതാണ് എന്നുള്ള സത്യങ്ങൾ മനസ്സിലാക്കാൻ കേട്ടോ ശങ്കരൻ നാരായണൻ. പുള്ളിക്കാരൻ എന്നിട്ട് ശ്രീകാന്തിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേദ പറഞ്ഞിട്ട്, ഞാൻ എന്ത് പറയാനാച്ചാ, എനിക്ക് ഇതിനകത്ത് ഒന്നും പറയാനില്ല. എന്തായാലും വിക്രം ഈ തെറ്റുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ കോടതിയിൽ ഞാനത് തെളിയിക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ ആ കേസ് തെളിയിക്കുമ്പോൾ പലരും ഇതിന് പിന്നിൽ കുടുങ്ങുമല്ലോ എന്നാലോചിച്ചിട്ടാണ് എനിക്കൊരു പ്രയാസം. എത്രയൊക്കെ എന്ന് പറഞ്ഞാലും നമ്മുടെ ചോരയാകുമ്പോൾ നമുക്കൊരു സങ്കടം വരില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ശങ്കരൻ നാരായണൻ കാര്യങ്ങളൊക്കെ വ്യക്തമാകുകയാണ് കേട്ടോ. അപ്പോഴും ശങ്കരൻ നാരായണൻ പറയുന്നുണ്ട്, മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, മോളുടെ കൂടെ ഞാനുണ്ട്. കാരണം
തെറ്റ് ചെയ്തും ശിക്ഷിക്കപ്പെടണം. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടുള്ളതല്ല. അതുകൊണ്ട് എന്ത് വന്നാലും മോളുടെ കൂട്ടത്തിൽ ഞാനുണ്ടാകും. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ മോള് സത്യങ്ങൾ തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേദേനെ അനുഗ്രഹിച്ച് ഒരാശംസയും അറിയിച്ചുകൊണ്ടായിരിക്കും കേട്ടോ നമ്മുടെ വേദയുടെ അച്ഛൻ പോകുന്നത്. അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകാൻ കേട്ടോ. ഒരു ഓവർ കോൺഫിഡൻസ് തന്നെ വേദയ്ക്ക് ലഭിക്കുകയാണേ. ഈ ഒരു അവസരത്തിൽ ശങ്കരൻ നാരായണൻ തീരുമാനിക്കുകയാണ്, എന്തായാലും അറിഞ്ഞതായിട്ട് ഭാവിക്കേണ്ട, ഇപ്പോഴവനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ പിന്നെ അവൻ ഒരു വിശപ്പാമ്പായി തന്നെ മാറും. അതുകൊണ്ട് കാര്യങ്ങൾ പതിയെ എല്ലാം താൻ അറിഞ്ഞു എന്ന് അവൻ മനസ്സിലാക്കിയാൽ മതി. അതിനു മുൻപ് തന്നെ അവൻ ചെയ്ത തെറ്റുകൾക്ക് അവൻ ശിക്ഷ അനുഭവിക്കുകയും വേണം എന്ന ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്ന ശങ്കരൻ നാരായണനെയും കാണിക്കുന്നുണ്ട് കേട്ടോ.